പി എം ശ്രീ അത് നടപ്പാക്കി. ആര് നടപ്പാക്കി? മുസ്ലിം ലീഗുകാർ നടപ്പാക്കി. അവരിപ്പോൾ ഒരുപാട് ന്യായീകരണങ്ങൾ പറയുന്നുണ്ട്. സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട്, നിരുഷ്മഹ അഗ്നിഹി എന്ന്. അതായത് ചൂടില്ലാത്ത അഗ്നി. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ചൂടില്ലാത്ത അഗ്നി, നിരുഷ്മഹ അഗ്നിഹി. അതുപോലെയാണിപ്പോൾ കാവിച്ഛവി, ഒട്ടുപോലും മേശാത്ത പി എം ശ്രീ. അപ്പം അത് പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുക. ഇവർ പി എം ശ്രീയുടെ ആ അറ്റം മുതൽ ഈ അറ്റം വരെ നിങ്ങൾ പരിശോധിച്ചാലും ഉള്ളി തൊലി പൊളിക്കുന്ന പോലെ അതിനകത്ത് വിത്തൊന്നും ഉണ്ടാവില്ല. തൊലി മാത്രമേ ഉണ്ടാവുള്ളൂ. ഉള്ളിയുടെ തൊണ്ട് മാത്രം, ആ തൊലി മാത്രമേ ഉണ്ടാവുള്ളൂ. ആയതുകൊണ്ട് തന്നെ പി എം ശ്രീയിൽ അതിലെ കാവ്യ ഭാഗം എടുത്ത് മാറ്റിയിട്ട് ബാക്കി ഞങ്ങൾ നിങ്ങൾക്ക് തരും കേട്ടോ എന്നാണിപ്പോൾ മുസ്ലിം ലീഗുകാർ അവരുടെ അടിമ ലീഗുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പി എം ശ്രീ ആപാദചൂടം കാവ്യാണ്, ഹിന്ദുത്വമാണ്. പിന്നെ അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയാം, അത് CPM വെച്ച പ്രാരബ്ധമാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന്, ഞങ്ങൾ നിസ്സഹായരാണ് എന്ന്. ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്പ്രിങ് നടക്കുമ്പോൾ ഇങ്ങനെ സ്പ്രിങ് ഇങ്ങനെ ചാടിയാണ് നടക്കുക. അയാളുടെ പേര് ഇക്കണ്ടൻ എന്നാണ്, ഒരു നായരാണ്. അപ്പോൾ സ്പ്രിങ് അക്കണ്ടൻ എന്നാണ് പറയുക. ഇക്കണ്ടൻ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, സ്പ്രിങ് എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. അയാളുടെ ഭാര്യയ്ക്ക് 11 മക്കളാണ്. ഈ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ കറുത്തൊരാളാണ്. എപ്പോഴും കണ്ണിൽ പീള കെട്ടിയിട്ടുണ്ടായിരിക്കും, ചെവി കേൾക്കില്ല. ആ നാട്ടിൽ അതിനേക്കാൾ അവരനായിട്ടൊരാളില്ല. ഈ 11 കുട്ടികളും അവിടെ തൊട്ടടുത്തുള്ള മനക്കര തമ്പുരാൻ്റെ എല്ലാവർക്കും അറിയാമത്. മനക്കര തമ്പുരാൻ്റെ യഥാർത്ഥ വേളിക്ക് കൂട്ടിരിക്കാൻ പോകും. എല്ലാ വർഷവും ഓരോ കുട്ടികളെ അദ്ദേഹം സമ്മാനിച്ചു വിടും. അപ്പോൾ ഇത് ആൾക്കാർ ചോദിക്കും, ഈ സ്പ്രിങ്ങിനോട് ചോദിക്കും, എൻ്റെ ഭാര്യ 8ാമതും ഗർഭിണിയായിട്ടുണ്ടല്ലോ. അപ്പോൾ അയാൾ പറയും, ദൈവം തരുന്നതല്ലടോ വാങ്ങിക്കാതിരിക്കാൻ പറ്റുമെന്ന്. ആൾക്കാർക്ക് അത് ചോദിക്കാനും പറയാൻ ആൾക്കാർക്ക് താല്പര്യം. ഇതുപോലെയാണ് ഇപ്പോൾ ഇവിടെ CPM പിണറായി നടപ്പാക്കിയതും നടപ്പാക്കാൻ ഉദ്ദേശിച്ചതുമായിട്ട് എല്ലാ പദ്ധതികളും ഏറ്റെടുക്കാതെ എന്ത് ചെയ്യും? കേരളയിലടക്കം എല്ലാം ഇനിയിപ്പോൾ അത് ഏറ്റെടുക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഞാനിത് ഇപ്പം കേട്ടത്, അതായത് നമ്മളുടെ സ്കൂളിലെ ഭക്ഷ്യവിതരണം. ആദ്യം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ സമയത്ത് ഒരു കുട്ടി വന്ന് പറഞ്ഞില്ലേ, എനിക്ക് ബിർമാണി വേണം എന്നൊക്കെ പറഞ്ഞ് അതുകൂടി കൊടുത്താ. ഇപ്പോൾ പറയണു ചോറും കറിയും മാത്രം മതി. വല്ല ചെറുപയർ പുഴുക്കോ മറ്റാക്കി മതി. ചിലവ് ചുരുക്കാനുള്ള പദ്ധതിയാണ് കേട്ടോ. അപ്പം അതും അവതാളത്തിലായിട്ടുണ്ട്. പിന്നെ വെളിച്ചം ദുഃഖമാണുണ്ണി എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അക്കിത്തത്തിൻ്റെ. അതിനി കേരളീയർ പറഞ്ഞു പഠിച്ചോട്ടെ. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം, വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. ഇനി അതാ പറഞ്ഞ് പഠിക്കുന്നതാണ് നല്ലത്. കാരണം ഇലക്ട്രിസിറ്റി കാര്യം അങ്ങനെ 10 കൊല്ലം ഒരു കുഴപ്പമില്ല, തടവില്ലാതെ തൈലധാരാവത്. വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഇടമുറിയും, തൈലം ഒഴിക്കുമ്പോൾ എണ്ണ ഒഴിക്കുമ്പോൾ ഇടമുറിയില്ല. ഇടമുറിയാതെ 10 വർഷം വൈദ്യുതി ലഭിച്ചിരുന്നതാണ്. അപ്പം അതിൻ്റെ കാര്യവും അധോഗതി. പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പിടിച്ച് ജയിലിൽ കൊണ്ടുവിടുകയും ചെയ്യുന്നർത്ഥം. കെടുകാര്യസ്ഥതയുടെ കൂരിരുട്ട് നല്ല രീതിയിൽ പരന്നു തുടങ്ങി നടത്തും. എന്നാലെന്താ, എന്ത് തന്നെ ഗതി കെട്ടാലും എല്ലാത്തിനെയും ന്യായീകരിക്കാൻ ഇവരുടെ സ്വന്തം മാധ്യമങ്ങളുണ്ട്. സർവ്വസമയവും തയ്യാറാണ്, സൈബർ സംഘങ്ങളും തയ്യാറാണ്. ഇപ്പോഴതാ PM ശ്രീയുടെ നടത്തിപ്പിൻ്റെ കാര്യക്കാരായിട്ട് മാറിക്കഴിഞ്ഞു ആര്? UDF ആയിക്കോട്ടെ, കോൺഗ്രസ് എന്തും ചെയ്യും, അവരാരും വെല്ലുവിളിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ PM ശ്രീ കീറി
മറ്റേ എവിടേക്കാണ് അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞ ആളുകൾ ലീഗുകാർ, ആ ലീഗുകാരുടെ മന്ത്രി തന്നെയാണ് അനൗൺസ് ചെയ്യേണ്ടത്. അങ്ങനെ തന്നെയാണ് PM-ശ്രീ നടപ്പാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ BJP-യുടെ കാര്യക്കാരായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്, PM-ശ്രീയുടെ കാര്യക്കാരായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. PM-ശ്രീ ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ PM-ശ്രീ വലിച്ചു കയറി കടലിലെറിയുമെന്ന് പറഞ്ഞ് ലീഗ് മന്ത്രി ഇപ്പോഴും അവിടെയുണ്ട്, മിണ്ടാട്ടമില്ലാന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ PM-ശ്രീ വലിച്ചു കയറി കടലിലെറിയാൻ പറ്റില്ല. കാരണം ഇന്ത്യക്കകത്താണ് കേരളം, കേരളത്തിനകത്തല്ല ഇന്ത്യ. ഇനി വലിച്ചു കയറി എറിയാൻ പറ്റുന്ന എന്താ അറിയാമോ? ലീഗിൻ്റെ നിലപാടുകൾ. അത് വലിച്ചു കയറിക്കോളൂ, അത് വലിച്ചു കയറി കഴിഞ്ഞു. ആ നട്ടെല്ലാം അങ്ങോട്ട് ഊരി പൊടിച്ച് സൂപ്പാക്കിക്കോളൂ. അതും വേണമെങ്കിൽ ചെയ്യാം. ഇവിടെയാണ് മോഡിയുടെ തന്ത്രം. അതിന് മേലെ ഒരു തന്ത്രമില്ല ആർക്കും, ഒരു ദൈവത്തിനും അതിന് മേലെ ഒരു തന്ത്രവും ഇല്ല. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം PM-ശ്രീ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മാത്രമാണ് ആരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏയ് എന്ന് പറഞ്ഞ് നടന്നിരുന്നത്. PM-ശ്രീ ഞങ്ങൾ നടപ്പാക്കില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നത് ഇവിടെ മാത്രമാണ്. പക്ഷെ അവസാനം ഇപ്പോൾ സാക്ഷാൽ നരേന്ദ്രമോദിയുടെ തന്ത്രം, നമ്മുടെ പ്രധാനമന്ത്രിയുടെ തന്ത്രം, മുസ്ലിം ലീഗിനെ കൊണ്ട് തന്നെ അവർ ഓക്കാനിച്ചത്. മലബാർ സൈഡിൽ പോകുമ്പോൾ അവരെ അടിമകളുണ്ടല്ലോ, ലീഗിൻ്റെ അടിമകൾ, അവരുടെ മുമ്പിൽ പോയിട്ട് PM-ശ്രീയാ എന്ന് പറഞ്ഞ് ഓക്കാനിച്ച് നടന്നിരുന്നല്ലോ. ഇപ്പോൾ ആ ഓക്കാനെടുത്ത് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ആ ഓക്കാനം പുറത്ത് വിട്ട് ഓക്കാനത്തെടുത്ത് തീറ്റിക്കുകയാണ് ചെയ്തത് നരേന്ദ്രമോദി. ഏതായാലും കേരളത്തിലെ BJP-ക്കാർക്ക് ഇമ്മിണി വലിയ സന്തോഷമായിട്ടുണ്ട്. BJP-ക്കാർക്ക് ഇപ്പോൾ നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, ചിരി അടക്കാൻ വയ്യ സന്തോഷം കൊണ്ട്. സങ്കടം എന്താണെന്നറിയോ ഇതിൻ്റെ പുറകിൽ? മലബാർ മുസ്ലിങ്ങളോട് ലീഗ്, അതായത് ലീഗ് അടിമകളോട് എന്ത് പറയും ലീഗുകാരെന്നുള്ളത്, നേതാക്കൾ എന്ത് പറയും എന്നുള്ളതാണ്. മക്കളെ, ഇത് ഈ പത്മശ്രീ ആ പത്മശ്രീ അല്ല മക്കളെ, ആ പത്മശ്രീ അല്ല മക്കളെ എന്ന് സിമ്പിൾ പറഞ്ഞ ഈ ഞാനുണ്ടല്ലോ, ഈ ഞാനല്ല എന്ന് പറയുന്ന പോലെ ചൂടില്ലാത്ത അഗ്നിയാണ്. അത് വിശ്വസിക്കുമോ? വിശ്വസിച്ചാൽ പിന്നെ നല്ലത്. വിശ്വസിക്കാൻ തയ്യാറാണ്. അടിമകൾ അങ്ങനെയാണല്ലോ, വിശ്വസിക്കുമല്ലോ. സൂര്യനെ വെച്ച് നോക്കുമ്പോൾ ചന്ദ്രനെ പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്ന് പറയുന്നവരാണല്ലോ ഈ അടിമവർഗം എന്ന് പറയുന്നത്. മധുരമില്ലാത്ത നറുതേൻ വിശ്വസിക്കുമോ? പറഞ്ഞു നോക്കിക്കോ. വിശ്വസിക്കുകയെങ്കിൽ നല്ല കാര്യം. ഈ അടുത്ത കാലത്ത് കേട്ടൊരു കാര്യമുണ്ട്, ലഹരിയില്ലാത്ത മദ്യം എന്ന്. ലഹരിയില്ലാത്ത മദ്യം എങ്ങനെയാണ് മദ്യമാവണത്? ലഹരി അല്പം കുറഞ്ഞത് അങ്ങനെയൊക്കെ പറയാം. അതെന്താ അതെന്ന് എനിക്കറിയില്ല. അതുപോലെയാണ് ഇപ്പോൾ കാവിയില്ലാത്ത പത്മശ്രീ, അല്ല കാവിയില്ലാത്ത PM-ശ്രീ. അത് കാവ്യമയമാണ്. ഇനി വലിയ ഭർത്താനത്തിന് ബർക്കത്തുണ്ടാവില്ലടോ ബീരാനെ. ലീഗിൻ്റെ സർവസ്വവും സംഘപരിവാറിൻ്റെ കാൽക്കൽ സമർപ്പിച്ചു കഴിഞ്ഞു, അതിൽ യാതൊരു സംശയവുമില്ല. ഇനി മലപ്പുറം കോഴിക്കോട് അങ്ങാടിയിൽ ആരെങ്കിലും ഈ ലീഗ് നേതാക്കന്മാരോടോ അണികളോടോ ചോദിക്കുകയാണ്, എന്തായി പത്മശ്രീയുടെ കാര്യം എന്ന് ചോദിച്ചാൽ പറഞ്ഞോളൂ. സ്പ്രിങ് ഇക്കണ്ടം പറഞ്ഞ പോലെ, അതിപ്പോൾ അയാൾക്ക് 11 മക്കളാ, തമ്പുരാൻ്റെയാ, മനക്കൽ തമ്പുരാൻ്റെയാ. എന്തായാലോ മക്കൾ ഇപ്പോൾ 10 കഴിഞ്ഞ് 11ാമത്തെ ഗർഭിണിയാണെന്ന് കേട്ടല്ലോ. ദൈവം തമ്പുരാൻ കൊടുക്കുന്നതല്ലേ, വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ ഇവർക്കിനി പറയാത്ത കാര്യമേ ഉള്ളൂ. മറ്റേ CPM തലയിൽ കൊണ്ടുവച്ചതല്ലേ, ഞങ്ങൾ എന്തു ചെയ്യും, ഞങ്ങൾക്ക് അതിൽ നിന്ന് മാറാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടേ എന്നൊരു നുണ പറഞ്ഞു. CPM-കാർ ഈ സാധനം അവർ ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഇവിടെ CB മേത്ര, ഒരു മേത്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു MP ഉണ്ട്, ഒരു ലേഡി. അവരവിടെ ഒരു ചോദ്യം ഉന്നയിച്ചു, PM-ശ്രീ നടപ്പാക്കിയോ? PM-ശ്രീ നടപ്പാക്കിയിട്ടില്ല. രേഖയുള്ളതാണ്. PM-ശ്രീ നടപ്പാക്കിയിട്ടില്ല. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ? CPM നടപ്പാക്കി. കേന്ദ്രം പറയുന്നത് എന്താ? CPM കേരള ഗവൺമെൻറ് നടപ്പാക്കിയിട്ടില്ല. അതിന് രേഖയുണ്ട്. നടപ്പാക്കി എന്ന് പറയുന്നതിന് രേഖയില്ല. കോൺഗ്രസ് നേതാവാണ് മേത്തർ എന്ന് പറഞ്ഞ ലേഡി, MP ആണ്. അവരാണ് ചോദിച്ചത് PM-ശ്രീയുടെ കാര്യം എന്താ? അതും കേരള ഗവൺമെൻറ് നടപ്പാക്കിയിട്ടില്ല. അവനതിൻ്റെ രൂപരേഖകൾ
അതിനെക്കുറിച്ചൊക്കെ ആരാഞ്ഞു, പക്ഷെ നടപ്പാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഇവിടെ നുണ പറഞ്ഞ് ഞാൻ സത്യമാക്കാൻ ശ്രമിക്കുകയാണ്. CPM-ൻ്റെ ഗർഭം ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചു, ഞങ്ങൾ എന്ത് ചെയ്യും, ഇനി അതിനെ പോറ്റുക, അതിലുള്ള മക്കളെ പോറ്റുക എന്ന് മറ്റേ നമ്മുടെ സ്പ്രിങ് ഈ കണ്ടം പറഞ്ഞ പോലെ പറഞ്ഞു നടക്കാനേ ഇനി പറ്റുള്ളൂ, വേറെ മാർഗവുമില്ല. സത്യം മറച്ചു വയ്ക്കുന്നത് എന്തിനാണ് വാസ്തവത്തിൽ? അധികാരം കിട്ടി, അഭിമാനം അതിൻ്റെ വഴിക്ക് പോയി. അഭിമാനം എടുത്തവർ കടലിലേക്ക് എറിഞ്ഞു. തുടക്കത്തിലേ ഉണ്ടായതാണ്. അള്ളാഹു എന്ന സങ്കല്പത്തെ മാറ്റിയിട്ട് അവിടെ ദൈവത്തെ വെച്ചു, തൊപ്പിയെടുത്ത് മാറ്റിയിട്ട്, അതൊക്കെയാണ് അതിൻ്റെ മുദ്രകളതാണ്. അത് വീണ്ടും പറയേണ്ട കാര്യമില്ല. അവിടെ ഷെടി വെടിയായിട്ട് നിന്ന് വന്ദേ മാതരം, അതിൽ ദേവീസ്തവമുണ്ട്, അതിൽ ദേവി കീർത്തനമുണ്ട്. ആ ചൊല്ലില്ലെന്ന് പറഞ്ഞു, ചൊല്ലിച്ചു. അതാണ് വലിയ തന്ത്രജ്ഞൻ്റെ തന്ത്രം, നരേന്ദ്രമോദിയുടെ തന്ത്രം. അവരെ കൊണ്ട് ചൊല്ലിച്ചു. ഇപ്പോൾ PMC നടപ്പാക്കുന്നു, അതും അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നു എന്ന് സാരം. ഏതായാലും അധികാരം കിട്ടിയപ്പോൾ അഭിമാനം അവർ തന്നെ എടുത്ത് പിച്ച് കീറി കടലിൽ എറിഞ്ഞിട്ടുണ്ട്. നിലപാടുകളെല്ലാം ആകാശത്തെ മേഘത്തുണ്ടുകളെ പോലെയായി. ഇപ്പോൾ നോക്കുമ്പോൾ ആനയുടെ രൂപം, കുറച്ച് കഴിയുമ്പോൾ കുതിരയുടെ രൂപമാണ്. ആകാശത്തിലെ മേഘങ്ങൾ അങ്ങനെയല്ലല്ലോ, ആ രീതിയിലായിട്ട് മാറി. നിമിഷം കൊണ്ട് രൂപവും ഭാവവും മാറുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇന്നലെ എന്നോണം വരെ ഹറാമായിരുന്ന PM ശ്രീ ഇന്നിപ്പോൾ നമ്മുടെ തൃശ്ശൂരിലെ പൂങ്കുന്നം പട്ടരുടെ ദേവകി ഡയറി ഉണ്ടായിരുന്നു. അവർ നെയ്യിൻ്റെ മുമ്പിൽ എഴുതും പരിശുദ്ധമായ നെയ്യ് അവർ ആ ബോർഡുമ്പോൾ കാണും. ഇപ്പോൾ അതില്ലാന്ന് തോന്നുന്നുണ്ട്. ദേവി ഡയറി ഞങ്ങളൊക്കെ പണ്ട് അവിടുത്തെ അറിവ് വാങ്ങിക്കുക എന്ന് പറയുന്ന പോലെ വെറും ഹലാലല്ല, പരിശുദ്ധമായ ഹലാൽ. എന്ത്? PM ശ്രീ. അത് പറയേണ്ട ഗതികേടായി. ഇനിയിപ്പോൾ ആകെ മുങ്ങാം, വേറെ മാർഗമില്ല. ആകെ മുങ്ങിയാൽ പിന്നെ കുളിരറിയില്ലല്ലോ. പച്ചയെ എച്ചിയാക്കുക, അങ്ങനെ പച്ചയെ എച്ചിയാക്കി തള്ളിയിട്ട് കാവ്യയെ അച്ചിയാക്കി മാറ്റുക. ഇങ്ങോട്ട് വരിക മാധവിയെ, മീനാക്ഷിയെ, വരിക. രാത്രിയെ വരുള്ളൂ കേട്ടോ, പകല് പറയില്ല. പകല് കണ്ട വഴി മാറി നടക്കുക എന്ന് പറയും, രാത്രി ഇങ്ങടെ കയറിപ്പോലെ എന്ന് പറയും. അതുപോലെ കാവ്യയെ അച്ചിയാക്കി മാറ്റുക. ഗീതയും ഉപനിഷത്തും ഇനി ഹലാലാക്കിക്കോ. ഇനി അതേ മാർഗമുള്ളൂ. വന്ദേ മാതരം ഹലാലാക്കിക്കോ, അതേ മാർഗമുള്ളൂ. സരസ്വതി വന്ദനം ഹലാലാക്കിക്കോ, ഇനി അത് മാത്രമേ വഴിയുള്ളൂ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി. അതൊക്കെ ചെല്ലാൻ ഇപ്പോഴേ പഠിച്ചു വെച്ചോ. അതെല്ലാം ഉരുട്ടിക്കുഴച്ച് തൊടരെ വിഴുങ്ങാൻ തയ്യാറായിക്കോ. ഒന്നേ പറയാനുള്ളൂ, അല്ലയോ മോദിജി, താങ്കളാണ് തന്ത്രജ്ഞൻ. പറയാതിരിക്കാൻ വയ്യ. താങ്കൾക്കപ്പുറം താങ്കൾക്ക് മേലൊരു തന്ത്രജ്ഞനില്ല. ഇഹത്തിലും പരത്തിലുമില്ല, ഭൂമിയിലും സ്വർഗത്തിലുമില്ല. താങ്കളൊരു അവതാരം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഭാരതത്തിൻ്റെ ഭാഗ്യവിധാതാവും താങ്കൾ തന്നെയാണ് മോദിജി. ജയ് മോദിജി, ജയ് ശ്രീരാം, ഭാരത് മാതാ കി ജയ്. നമസ്കാരം.